താഴ്മൺ കുടുംബത്തിന്റെ തന്ത്രി അവകാശം ഒഴിവാക്കണമെന്ന വിഷയത്തിൽ തന്ത്രിക്ക് പിന്തുണയുമായി ബി.ജെ.പി. ഉപാധ്യക്ഷൻ കെ.എസ്. രാധാകൃഷ്ണന്റെ അഭിപ്രായം വ്യക്തിപരമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല എന്നും വിശദീകരണം. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇതിപ്പോൾ രൂക്ഷ വിമർശനമായിരുന്നു കെ.എസ്. രാധാകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ബി.ജെ.പി. നയമാണിത് എന്നതുൾപ്പെടെ പറഞ്ഞുകൊണ്ടൊരു വിശദീകരണവും ഇന്നുണ്ടായിരുന്നു. പക്ഷേ ഇക്കാര്യത്തിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമല്ല എന്നും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമായിരിക്കും എന്നാണ് സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. മറ്റൊരു തരത്തിലൊരു തർക്കത്തിലേക്ക് പോവുകയാണോ? എന്താണ് ബി.ജെ.പിയുടെ നിലപാട്? പൂജ, ശബരിമല താന്ത്രിക വിദ്യ ഈ താഴ്മൺ കുടുംബത്തിൽ നിന്ന് നീക്കണം എന്ന് ബി.ജെ.പിയുടെ ഉപാധ്യക്ഷനായ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ ഉന്നയിച്ചത് ബി.ജെ.പിയുടെ അഭിപ്രായമല്ല എന്നാണ് ഇതിലൂടെ ഇപ്പോൾ സ്ഥിരീകരിക്കുന്നത്. അതായത് അത് അദ്ദേഹത്തിന്റെ കെ.എസ്. രാധാകൃഷ്ണന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമല്ല ഈ ശബരിമല തന്ത്രിയുമായി ബന്ധപ്പെട്ട താന്ത്രിക അവകാശം ഒഴിവാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബി.ജെ.പിക്ക് ഒരു അഭിപ്രായം പറയുന്നതിൽ പരിമിതികളുണ്ട്. അതൊരു രാഷ്ട്രീയ വിഷയമല്ല. കാരണം ഭരണപരമായ ചുമതലകളില്ലാത്ത തന്ത്രി ജയിലിലും സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ മറ്റെല്ലാം നിയന്ത്രിച്ച മന്ത്രിമാർ പുറത്തുമാണ് എന്ന് പറയുന്നതിലൂടെ തന്ത്രിക്ക് പൂർണ്ണമായൊരു പിന്തുണയാണ്, അല്ലെങ്കിൽ തന്ത്രിക്ക് നേരെ അനീതിയുണ്ട് എന്നൊരു വിഷയമാണ് ബി.ജെ.പി. ഉയർത്തി തന്ത്രിക്ക് പിന്തുണ നൽകുകയാണ് ചെയ്യുന്നത്. എന്നാൽ കെ.എസ്. രാധാകൃഷ്ണൻ ഉന്നയിച്ച വിഷയം നമുക്കറിയാം. തന്ത്രി കുടുംബത്തിന്റെ താന്ത്രിക അറിവടക്കമുള്ള കാര്യങ്ങൾ. കാരണം തന്ത്രി കണ്ഠരര് രാജീവര് മകൻ ബ്രഹ്മദത്തനെ അടുത്ത ശബരിമല തന്ത്രിയായി നിർദ്ദേശിച്ചുകൊണ്ടുള്ള കത്ത് ദേവസ്വം ബോർഡിന് നൽകിയ പശ്ചാത്തലത്തിൽ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ അത് തള്ളിക്കളയണമെന്ന അഭിപ്രായമാണ് കെ.എസ്. രാധാകൃഷ്ണൻ ഉന്നയിച്ചത്. അപ്പോൾ ഇതിൽ സംഘപരിവാർ സംഘടനകളടക്കം ഈ വിഷയത്തിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടില്ല. കാരണം ഹിന്ദു ഐക്യവേദിയോട് നേതാക്കളോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ അല്ലെങ്കിൽ ഈ സംഘപരിവാർ സംഘടനകളുടെ ധർമാചാര്യ സഭയും തന്ത്രവിദ്യാപീഠവും ഒക്കെയാണ് അഭിപ്രായം പറയേണ്ടത്. അതുകൊണ്ട് അതിലൊരു നിലപാടെടുത്തിട്ടില്ല എന്ന വിശദീകരണമാണ് നൽകിയത്. അതായത് ബി.ജെ.പി. ഇക്കാര്യത്തിൽ ബി.ജെ.പി. നേതൃത്വം ഒരു നിലപാട് വിശദീകരിക്കുന്നു. അവർ തന്ത്രിക്കൊപ്പമാണ്, എന്നാൽ കെ.എസ്. രാധാകൃഷ്ണനൊപ്പമല്ല. കെ.എസ്. രാധാകൃഷ്ണനെ തള്ളുകയും അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്ന്. ശരി, ആ വിധത്തിലാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. അത്തരത്തിലാണ് ബി.ജെ.പിയുടെ നിലപാട്. പ്രശാന്ത് കൃഷ്ണയാണ് വിവരങ്ങൾ നൽകിയത്.